എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാസുക അവനാണെങ്കിൽ ആ ഒത്സുസുചി ജീകനെ അവനെ കണ്ട് ഷോക്ക് ആവുകയാണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് സാസുക അവൻ അപ്സെറ്റ് ആവും. എത്രയും വേഗം ഇത് നറൂട്ടോയെ അറിയിക്കണം, അതല്ല എങ്കിൽ വലിയ ആപത്താണ്. അവന്റെ കയ്യിൽ ആ ടെൻടൈലുണ്ട്, അതിനെ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യാനാണ് അവൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സാസുക അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ജീവനെ കാണിക്കും. അവൻ ഇപ്പോഴും അവൻ ഒട്ടിച്ചെടുത്ത ആ വേസിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അതിന്റെ ഒരേ ഒരു പീസ് അവന് മിസ്സായി പോയി. ഉടനെ ബൊറൂട്ടോ അവിടേക്ക് വന്ന് അവനെ നോക്കി കോക്കറിയൊക്കെ കാണിക്കും. ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോവാണ്, നീ എന്റെ പപ്പയുടെ കൂടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ അവന്റെ ബോഡിയിലെ നയൻ ടൈലിനോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ നിനക്ക് കവാക്കിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തൂടെ? അതിന് നയൻ ടൈലാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, കഴിഞ്ഞ ദിവസം മുഴുവനും ഉറക്കമുളച്ച് കുത്തിയിരുന്നത് ഞാനാണ്, എന്നെ കൊണ്ട് പറ്റില്ല, ഇന്ന് നീ തന്നെ അവന് കാവലിരിക്കണമെന്ന് പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ നറൂട്ടോ കവാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. കവാക്കിയാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഒരു പീസ് അത് ആ റൂം മുഴുവൻ അരിച്ചു പെറുക്കി അന്വേഷിക്കുകയാണ്. അതിന് നറൂട്ടോ ചോദിക്കും, നീ ഇതുവരെ ഇത് വിട്ടില്ലേ? ഹിനട്ട അവൾ ഡെയിലി ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പീസ് ഈ റൂമിൽ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ അത് ക്ലീൻ ചെയ്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ടാവും. നീ ഇവിടെ അന്വേഷിച്ചാൽ അത് കിട്ടാനായിട്ട് പോകുന്നില്ല. അതിന് കവാക്കി പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ആ പീസ് കണ്ടെത്തണം. ബൊറൂട്ടോ വളരെ സ്ട്രിക്റ്റ് ആണ്, എനിക്ക് അവനെ ഇംപ്രസ് ചെയ്യണം. അത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ വണ്ടടിച്ച് അവനെ തന്നെ നോക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഷിക്കടയും ഇവാബയും അങ്ങനെ അവന്റെ ഫ്രണ്ട്സും എല്ലാവരും അവരാണെങ്കിൽ നിർത്താതെ കാര്യമായിട്ട് കാർഡ്സ് ഒക്കെ കളിച്ചിരിക്കുകയാണ്. ഓരോ കളിയിലും നമ്മുടെ ഷിക്കട അവൻ വിജയശ്രീ ലാളിതനായിക്കൊണ്ടേയിരിക്കും. ബാക്കി എല്ലാവരെയും അവൻ ദയനീയമായി തോൽപ്പിക്കുകയാണ്. ഇവാബയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ഷിക്കട പ്ലീസ് ഒരു തവണയെങ്കിലും എന്നെ ജയിക്കാൻ അനുവദിക്ക്. ഇവാബയാണെങ്കിൽ ഇപ്പൊ ഡെങ്കിയോട് ഒരല്പം പൈസ കടം ചോദിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഒരല്പം പണം തരുമോ? ഞാൻ ദയനീയമായിട്ട് എല്ലാ കളിയിലും പരാജയപ്പെട്ടു, സോ ഇവർക്ക് ട്രീറ്റ് കൊടുക്കണമെന്ന് പറയും. അത് കേട്ട് ഡെങ്കി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഉടനെ മെറ്റലി ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നമ്മൾ ഒരുപാട് ദിവസമായി വെറുതെ ടൈം കളയാണ്, ഇതുവരെ വലിയൊരു മിഷൻ നമുക്ക് ഏറ്റെടുക്കാനായിട്ടില്ല. ആരുടെയും ബൊറൂട്ടോയും കണ്ടില്ലേ, അവര് ഏതൊക്കെയോ മിഷൻസ് ഏറ്റെടുക്കുന്നു, വളരെ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നു, സ്മാർട്ട് ആവുന്നു. അവരുടെ കൂടെയുള്ള ആ ഒരു പുതിയ പയ്യൻ കവാക്കി, അവനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന് ഇനോജിനാണെങ്കിൽ പറയും, എന്റെ പാരന്റ്സ് പറഞ്ഞത് അവനൊരു ഡേഞ്ചർ ആണെന്നാണ്, അവന്റെ അടുത്ത് നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് പാലിക്കാനാണ്. അതിന് ചോച്ചോ ചിരിച്ചു പറയും, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അവനെ കാണാൻ സുന്ദരനാണ്. സത്യത്തിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞ് അവൾ ചിപ്സ് കഴിക്കും. ഇവാബയാണെങ്കിൽ അത് കേട്ട് തീർത്തു പറയും, നിങ്ങൾ ആരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് അവനെ ഇഷ്ടമല്ല. ലോർഡ് 7ന്റെ കൂടെ ഒരു തവണ ഞാൻ അവനെ കണ്ടു, അവനോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് കരുതി ഞാൻ അവനോട് സംസാരിച്ചു. പക്ഷെ അവനാണെങ്കിൽ എന്നെ നോക്കി കണ്ണുരുട്ടി മുരച്ച് അവിടുന്ന് കടന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല, ഭയങ്കര വെറുപ്പാണെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ കൊനഹമാരുവിനെ കാണിക്കും. കൊനഹമാരു ആണെങ്കിൽ നറൂട്ടോയുടെ വീടിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ദൂരത്തായ ആ തവള അത് ആ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കും. കോജിക്കാണെങ്കിൽ മാക്സിമം ഇന്റൽസ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കവാക്കിയെ പോലെ തന്നെ ബൊറൂട്ടോയ്ക്കും ആ കർമ്മ പവറുണ്ട്. സോ അവരെ രണ്ടുപേരെ ലഭിക്കുകയാണെങ്കിൽ ജീഗന്റെ മിഷൻ അത് 100% സക്സസ്ഫുൾ ആക്കാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഈനോ അവൾ ഫ്ലവർ ഷോപ്പിലേക്ക് വന്ന് അവളുടെ പുതിയ ഫ്ലവേഴ്സ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഉടനെ സാറുടെ ആണെങ്കിൽ അവിടേക്ക് കടന്നു വന്ന് സാക്കുറ അവൾ ഓർഡർ ചെയ്ത ഫ്ലവേഴ്സ് ഈനോടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അതിനുശേഷം അവൾ ചുറ്റും നോക്കും. അതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവ് അത് അവള് ഈനോടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണെങ്കിൽ കാട്ടില് ഷുരിങ്ങൻ ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ കറക്റ്റായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് മരത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ അടുത്ത നിമിഷം അവന്റെ കാല് വഴുതി താഴേക്ക് അടിച്ചു വീഴുകയാണ്. ഇറ്റ്സുകയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. ബൊറൂട്ടോ നിനക്ക് എന്താ പറ്റിയേ? അതിന് ബൊറൂട്ടോ പറയും, എനിക്കറിയില്ല, എപ്പോഴും നിൽക്കാറുള്ളത് പോലെ ചക്ര പവർ ഉപയോഗിച്ചാണ് നിൽക്കാൻ ശ്രമിച്ചത്, പക്ഷെ ഇത്തവണ എനിക്കതിന് കഴിയാതെ ഞാൻ താഴേക്ക് വീണു. അടുത്ത നിമിഷം ബൊറൂട്ടോയുടെ കയ്യിലെ ആ കർമ്മ പവർ അവേക്കനാവുകയാണ്. അത് കാണുമ്പോൾ തന്നെ മെയ്റ്റ്സയ്ക്കും ബൊറൂട്ടോയ്ക്കും ഭയങ്കര ടെൻഷൻ. ഇങ്ങനെ വെറുതെ അവേക്കനാവാറില്ല. ഒരു പക്ഷേ ആക്കിക്ക് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ചിന്തിച്ച് ബൊറൂട്ടോ ആണെങ്കിൽ വീട് ലക്ഷ്യമാക്കി ഓടും. അതേസമയം ഇവിടെ ഏട്ടയും ഹേമാവരിയും അവർ രണ്ടുപേരും സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കവാക്കിയെ കാണിക്കും. അവന്റെ കയ്യില് കർമ്മ പവർ അത് അവേക്കനായിരിക്കുകയാണ്. എപ്പോഴത്തേതും പോലെയല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അത് അവേക്കനായത്. മറ്റൊരു ഭാഗത്ത് ആരടാ അവള് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങി പുറത്തേക്ക് പോവും. ആ സമയം ഈനോ അവളാണെങ്കിൽ ലീഫ് വില്ലേജിലേക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ആരോ ഒരാൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാണ്. ഇവിടെ കവാക്കിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
ആ ഒരു കർമ്മ പവർ അത് കൂടുതൽ അങ്ങനെ സ്പ്രെഡായി വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തും. അടുത്ത നിമിഷം ഒരു പോർട്ടൽ ക്രിയേറ്റ് ആയി ജീഗൺ അവൻ അതിലൂടെ പുറത്തേക്ക് വരികയാണ്. ബാക്കിയാണെങ്കിൽ ജീഗനെ കാണേണ്ട താമസം ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയും മീറ്റ്സുകയും ഒരു വീട് ലക്ഷ്യമാക്കി നിർത്താതെ ഓടും. ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, എന്തോ ഒരു പ്രശ്നം കാര്യമായിട്ട് സംഭവിക്കാൻ പോവാണ്. ഈ കർമ്മ പവർ അതെന്റെ ബോഡി മുഴുവൻ റെഡാ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഉഷാറായിട്ട് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ മീറ്റ്സുകയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഷിക്കടയും ടീമും അവര് ആൾക്കാരങ്ങനെ സ്പീഡിൽ ഓടുന്നത് കണ്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടെ കോജിക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ജീഗൺ അവൻ കവാക്കിക്ക് വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് അവിടേക്ക് വരുമെന്ന് കോച്ചിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ ജീഗണാണെങ്കിൽ സൈഡിലേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് കോച്ചിക്കിന്റെ തവളെ കാണുകയാണ്. തവളയാണെങ്കിൽ ജീഗനെ കാണേണ്ട താമസം അവിടുന്ന് എസ്കേപ്പ് ആവും. ജീഗണാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് കാഷ്വലായിട്ട് പറയും, ഐ എം സോറി, നിന്റെ ലിവിംഗ് റൂമിലേക്ക് ചെരുപ്പിട്ട് വന്നതിന് എന്നോട് ക്ഷമിക്കണം. ഞാനായിട്ട് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് ആവശ്യം എന്റെ മകനെയാണ്. അവനെ കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരാളെയും എനിക്ക് കാണണം, നിന്റെ മകൻ ബൊറൂട്ടോ. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവന്റെ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകനെ കുറിച്ച് അന്വേഷിക്കുകയും ചോദിച്ച് നറൂട്ടോ അവനെ ഇടിക്കാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. പക്ഷെ അവൻ കൈ മടക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ നറൂട്ടോ അവൻ വന്നതിലും ഡബിൾ ഫോഴ്സിൽ പുറത്തേക്ക് പറന്നു പോവാണ്. കേട്ട് കൊനഹമാരു സെക്യൂരിറ്റി ആണെങ്കിൽ അകത്തേക്ക് ഓടിയെത്തും. നറൂട്ടോയുടെ ബോഡിയിൽ ഒരുപാട് റാറ്റ്സ് ഒക്കെ കുത്തിക്കയറി അവൻ വീണ് കിടക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ കൊനഹമാരുവിനോട് ദൂരേക്ക് മാറാൻ പറയും. പക്ഷെ അവനത് കേൾക്കാതെ ഇപ്പൊ ജീഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരും. അതിന് ജീഗൺ അവനെ പിടിച്ചു വലിച്ച് കൈ അങ്ങനെ മടക്കി ഒടിക്കുകയാണ്. ഓ, ഇവിടെ ഏറ്റവും പവർഫുൾ ആയ ജുനിയൻ പോലും ഇത്രയ്ക്കൊക്കെ ഉള്ളോ, ഇവരൊന്നും ഒരു ഇരയെ അല്ല എന്ന് പറഞ്ഞ് അവന്റെ ബോഡിയിൽ ഒരുപാട് റാഡുകൾ കുത്തി ഇറക്കി വലിച്ചെറിയും. അതിനുശേഷം കവാക്കിക്ക് നേരെ തിരിയും. ബാക്കി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവരുടെ അവസ്ഥ അത് നീ കണ്ടില്ലേ? മര്യാദയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്നോടൊപ്പം വാ. അങ്ങനെ നീ വരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇത്രയും നാളും നിന്നെ പ്രൊട്ടക്ട് ചെയ്തവരെയും നിന്നെ സ്നേഹിച്ചവരെ എല്ലാവരെയും ഞാൻ ഇവിടെ വെച്ച് നിന്റെ മുൻപിൽ വെച്ച് തല്ലിക്കൊല്ലും. കവാക്കിയാണെങ്കിൽ അത് കേട്ട് ചാടി വന്ന് അവനെ ഇടിക്കാൻ ശ്രമിക്കുകയാണ്. ജീഗണാണെങ്കിൽ അവന്റെ കൈ പിടിച്ചു വെക്കും. കവാക്കി ദേഷ്യപ്പെട്ടു പറയും, ഒരിക്കലും നിന്റെ മകനല്ല, നീ എന്നെ വില കൊടുത്ത് വാങ്ങിയതാണ്. എന്നെ കൊണ്ട് ഒരിക്കലും നിന്നോടൊപ്പം വരാനായിട്ട് കഴിയില്ല. ഇവിടുത്തെ ഹോക്കാഗെയും എൻ്റെ ബ്രദർ ബൊറൂട്ടോയും ഫാമിലിയും അവരുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ വരില്ല. അവരെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് കൺട്രോൾ പോയ ജീകനാണെങ്കിൽ അവന്റെ കൈ പതിയെ ഒടിക്കുകയാണ്. നീ അവരുടെ അവസ്ഥ അത് കണ്ടില്ലേ? എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചാൽ നിനക്ക് നിന്റെ ജീവനും അവർക്കും അവരുടെ ജീവനും നഷ്ടാവും. നീ ഒരാൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ജീവൻ നഷ്ടപ്പെടില്ല. സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിനക്ക് അവൻ തന്ന വെപ്പുകയുടെ ആവശ്യമില്ല. നിനക്ക് ഒറിജിനൽ കൈ അത് ഞാൻ തരുമെന്ന് പറയും. അതിന് കവാക്കിയാണെങ്കിൽ ഇപ്പൊ അവന്റെ കർമ്മ പവർ അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ജീവനും ഷോക്കാവും. അടുത്തായിട്ട് ആ കോജിക് വില്ലന്റെ തവള അത് ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ നയൻടൈലിലെ ഹെൽപ്പ് ചോദിക്കും. നയൻടൈലിലെ ഹെൽപ്പ് കിട്ടേണ്ട താമസം നറൂട്ടോ അവൻ ആ റാഡുകൾ വലിച്ചൂരി ഇപ്പൊ ജീഗനെ ഇട്ടിച്ച് തെറിപ്പിക്കും. ഓ, ഇതാണല്ലേ നയൻടൈലിന്റെ പവർ. ഓക്കെ, നമ്മൾ ആരാണ് പവർഫുൾ എന്ന് നോക്കാനുള്ള സമയമായെന്ന് പറഞ്ഞ് അവനിപ്പോ നറൂട്ടോയെ ആഞ്ഞടിക്കും. നറൂട്ടോ തെറിച്ചുപോയി ആ ചുമരിൽ ആഞ്ഞടിച്ച് വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. ജീഗണാണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിന് നേരെ കൈനീട്ടും. അത് കണ്ട നറൂട്ടോ അവനെ പ്രൊട്ടക്ട് ചെയ്യാണ്. ജീഗൺ അല്പസമയം ശാന്തമായിട്ട് നിന്ന് അവന്റെ കൈ മുകളിലേക്ക് ഉയർത്തും. ഒരു റെഡ് കളർ പവർ അത് അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്. ജിക്കാഷിയാണെങ്കിൽ അത് കണ്ട് പേടിക്കും. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ കവാക്കി അവൻ വിളിച്ചു പറയും, ജീഗൺ പ്ലീസ്, ദയവ് ചെയ്ത് നീ ഇത് ചെയ്യരുത്. നീ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇവരെ വെറുതെ വിടണം. അടുത്ത നിമിഷം നറൂട്ടോ ആണെങ്കിൽ കവാക്കിയുടെ മുൻപിലേക്ക് വരികയാണ്. അതിന് കവാക്കി പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഇതിന്റെ ഇടയിലേക്ക് വരാൻ പാടില്ല. ഡെൽറ്റയെ പോലെയല്ല ജീഗൺ, നിങ്ങൾക്ക് അവന്റെ പവർ അറിയില്ല. അതിന് നറൂട്ടോ ആണെങ്കിൽ അവനോട് കെഞ്ചും, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്, നീ പോവരുത്. അടുത്ത നിമിഷം ജീഗണാണെങ്കിൽ ഒരു പ്രത്യേക പവർ ഉപയോഗിച്ച് നറൂട്ടോയെ ടെലിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. അതിനുശേഷം നറൂട്ടോയെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവനൊരു വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് സാക്ഷാൽ സാസുക അവൻ ചാടി വന്ന് ജീഗൺ വില്ലനെ അങ്ങനെ ചവിട്ടി താഴെയിടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.